ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു കർത്താവിൻ്റെ അവസാന നാളുകളിൽ, അവസാന ടൈമിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. ക്രൂശിൽ സഹിക്കാൻ പോകുന്ന അതിവേദനയും പ്രാണത്യാഗവും മുന്നിലോർത്തിട്ട് ഹൃദയം പൊട്ടി വേദനപ്പെട്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമനയിലെ ആ പ്രാർത്ഥനയിൽ യേശു കർത്താവിനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി ഭൂമിയിലേക്ക് വന്ന കർത്താവിനോട് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു തന്നെ താൻ മടങ്ങിച്ചെല്ലണമെന്ന് പിതാവ് പറയുക. സ്വന്തം പുത്രനെ ആദരിച്ചില്ല, വേദനയെ ഓർത്തില്ല. കാരണം മാനവജാതിയുടെ രക്ഷയാണ് പിതാവായ ദൈവം മുന്നിൽ കണ്ടിട്ട്. ഈ സകല മാനവജാതി എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ ഈ സൃഷ്ടി നശിച്ചു പോകരുത് എന്ന് വിചാരിച്ച യഹോവയായ ദൈവം തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് നമ്മെ രക്ഷിക്കുവാനായി താണലോകത്തിലേക്ക് പുത്രനായ ക്രിസ്തുവിനെ അയച്ച പിതാവായ ദൈവം, അവൻ നമ്മെ ആദരിക്കും, നമ്മെ സഹായിക്കും, നമുക്ക് ആശ്രയമായിരിക്കും, നമ്മോട് കൂടെയിരിക്കും, നമുക്ക് അനുകൂലമായിരിക്കും. ഇന്ന് വിവിധങ്ങളായ വിഷയങ്ങളാൽ ഖേദിക്കപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ കഴിവില്ലാതെ, എല്ലാറ്റിലും ഞാൻ തകർന്നുപോയി, എല്ലാറ്റിലും ഞാൻ വേദനപ്പെടുന്നു, എല്ലാം എനിക്കില്ലാതായി തീർന്നു എന്ന് തോന്നുന്ന ആ മേഖലയിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലം. സമൂഹം അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാകാം, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം, നാം ആഗ്രഹിക്കുന്നവരാരും ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലാത്ത ചില മേഖലകൾ ഉണ്ടാകാം. എന്നാൽ യഹോവയായ ദൈവം പറയുന്നു, തൻ്റെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുകയും വിശ്വസിക്കുകയും കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിനു വേണ്ടി നിന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാകും. രാവിലെ സമയം ദൈവം എനിക്ക് അനുകൂലമല്ല, ലോകം എനിക്ക് അനുകൂലമല്ല, എങ്ങനെയൊക്കെ വിചാരിച്ച് ഭാരപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലോകം ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ഒരിക്കലും അനുകൂലമല്ല. എന്നാൽ ദൈവം സദാകാലവും ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിപ്പീൻ. അവൻ എല്ലാ കാലത്തും നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഏതൊരു വിഷയത്തിനും ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവമാണ്. ദൈവം രാവിലെ സമയം നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലം. ഒരു പ്രതികൂലങ്ങളും നമ്മുടെ വിഷയമല്ല, ദൈവം നമുക്ക് അനുകൂലം. ആമേൻ.